ഹലോ വെൽക്കം ബാക്ക്. ആരാധകർ ഏറെ ഉറ്റുനോക്കുന്ന ഒരു ടെസ്റ്റ് സീരീസ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. അതിലെ ഡേ 1 മികച്ചൊരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് ടീം ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ വരുന്നത്. നമുക്കറിയാം, പുതിയൊരു ക്യാപ്റ്റനാണ്. സോ അവിടെ സ്ട്രഗിളുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചവർക്ക് തെറ്റിയിട്ടുണ്ട്. 359-3 എന്ന നിലയിലാണ് ആദ്യ ദിനം അവസാനിപ്പിപ്പോൾ ടീം ഇന്ത്യ നിൽക്കുന്നത്. ബോളിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പിച്ച് കണ്ടീഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബാറ്റിംഗ് ഓറിയന്റഡ് ഒരു പിച്ചാണ് നമുക്ക് ഡേ 1 കാണാൻ സാധിക്കുന്നത്. ഒരു ഡേ 3 പോകുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഡേ 1 നല്ല രീതിയിൽ ഇന്ത്യക്ക് മുതലാക്കാൻ സാധിച്ചു. 359-3 എന്ന് പറയുന്ന മികച്ചൊരു പൊസിഷനിലാണ് ടീം ഇന്ത്യ നിൽക്കുന്നത്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യശസ്വി ജയ്സ്വാളും അതോടൊപ്പം തന്നെ KL രാഹുലും കൂടി മികച്ചൊരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് ടീം ഇന്ത്യക്ക് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടെ ജയ്സ്വാളിന്റെ 158 ബോളിൽ 101 അടിച്ച ആ ഒരു മനോഹരമായ സെഞ്ചുറിയും അവിടെ കണ്ടിരുന്നു. ആൾ ഇഞ്ചേർഡ് ആയിരുന്നു, കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. KL രാഹുലും ഒട്ടും മോശമായിരുന്നില്ല. 78 ബോളിൽ നിന്നും 42 റൺസ് സ്കോർ ചെയ്താണ് പോയത്. ആള് ക്യാച്ച് ഔട്ട് ആയിരുന്നു. ആ ക്യാച്ച് ഔട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മജേക്കന്റെ ആ ഒരു കമന്ററിയും എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സായ് സുദർശനാണ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. ആൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു സായ് സുദർശന്റെ ഇന്നിങ്സ്. ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ അണ്ടറിൽ വരുമ്പോൾ സായ് സുദർശൻ അവസരം കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഷുവറായിരുന്നു. പക്ഷേ ആ ഒരു അവസരം മികച്ച രീതിയിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്ന നമുക്കറിയാം, ഗില്ല് അവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഗിൽ അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് കൂട്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഫ്രണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്ത് വളരെ ഇപ്പോൾ ലാസ്റ്റ് ഓവറിൽ അവിടെ അറ്റാക്ക് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഓവറിലും 6 കണ്ടിട്ടുണ്ടായിരുന്നു. 102 ബോളിൽ 65 ഋഷഭ് പന്തും അതോടൊപ്പം തന്നെ 175 ബോളിൽ 127 റൺസുമായിട്ട് ശുഭ്മാൻ ഗില്ലുമാണ് നിലവിൽ ക്രീസിൽ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു ബാറ്റിംഗ് സൈഡിന്റെ പെർഫോമൻസ്, ബോളേഴ്സിന്റെ എക്കോണമി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. അവിടെ KL രാഹുലിന്റെയും അതോടൊപ്പം തന്നെ ജയ്സ്വാൾ, സുദർശൻ എന്നിവരുടെ വിക്കറ്റുകളാണ് വീണ്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വരാനുള്ളത് കരുൺ നായരുണ്ട്, ജഡേജയുണ്ട് എന്നീ മെയിൻ 2 ബാറ്റേഴ്സ് ഉണ്ട്. പിന്നെ ശാർദുൽ താക്കൂറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു താരമാണ്. 359 റൺസ് ഓൾറെഡി നേടിയിട്ടുണ്ട്. ഡേ 3 ഒന്നും വരാതെ ഈ പിച്ചിൽ വലിയ ചേഞ്ച് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സോ എന്തായാലും നാളത്തെ ഒരു സെക്കൻഡ് സെഷൻ വരെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ച മികച്ചൊരു സ്കോറിലേക്ക് ഇന്ത്യക്ക് പോകാൻ സാധിക്കും. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാലും കമന്റ് അറിയപ്പെടുന്നു. ബൈ ബൈ. ആ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഇത്രയും വൃത്തിയായിട്ട് സ്കോർ കാർഡ് എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഇമാർ ഇത് ആ സ്കോർ കാർഡ് ഒന്ന് മാറ്റി സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ബൈ ബൈ.